ഇത് ഈ കാണുന്ന സെലിബ്രിറ്റീസ് മൊത്തം യൂസ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഈ റോസ് വാട്ടർ. നമ്മളിൽ പലരും ഇത് യൂസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ എങ്ങനെയാണ് ഇതിന്റെ കറക്റ്റ് യൂസസ്, അതുപോലെ ഇതെങ്ങനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കേണ്ടത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഇത് പൊതുവെ ഈ DIY പാക്സിന്റെ കൂടെയൊക്കെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ഈ ഓറഞ്ചിന്റെ പൊടി, അതുപോലെ ഈ മുൾത്താൻ മിട്ടി, അതിന്റെ എല്ലാം കൂടെ നമ്മൾ ഫേസ് പാക്ക് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് റോസ് വാട്ടർ ആഡ് ചെയ്തിട്ട് അങ്ങനെ ഞാനിത് മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ കുറച്ചായിട്ടാണ് ഞാനിത് ടോണറായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് വന്നപ്പോഴാണ് ഇതിന് ഇത്രയും ബെനിഫിറ്റ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഈ റോസ് വാട്ടറിന്റെ ഫസ്റ്റ് ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന്റെ pH-നെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അതായത് നമ്മളിപ്പോൾ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ മെയിൻലി ക്ലോറിൻ വാട്ടർ, ഈ ക്ലോറിൻ വാട്ടർ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന്റെ ബാരിയർ നല്ല രീതിക്ക് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മുടെ സ്കിൻ എന്ന് പറയുമ്പോൾ അതിന്റെ pH കുറച്ചൊരു ആസിഡ് സൈഡിലേക്കാണ് വരുന്നത്. പക്ഷേ ഒരു ക്ലോറിൻ വാട്ടർ ഉള്ളത് കുറച്ചൊരു ആൽക്കലൈ സൈഡിലാണ്. ക്ലോറിൻ വാട്ടർ യൂസ് ചെയ്ത് ഇപ്പോൾ ഫേസ് വാഷ് ചെയ്യുമ്പോൾ ഇവൻ നമ്മുടെ മുടിക്ക് പോലും ഹെയർ വാഷ് ചെയ്യുമ്പോഴാണെങ്കിൽ നല്ല രീതിക്ക് ഇത് ഡാമേജ് ചെയ്യും. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മുടെ സ്കിന്നിന്റെ ആ ഒരു pH-നെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റോസ് വാട്ടർ നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം അടുത്ത ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റോസ് വാട്ടറിന് നല്ലൊരു സൂത്തനിങ് പ്രോപ്പർട്ടി ഉണ്ട്. അതായത് നമ്മളിപ്പം എന്തെങ്കിലും പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്കത് വർക്കായില്ലെങ്കിൽ ഇപ്പൊ പിമ്പിൾസ് വരാം. ചിലപ്പോൾ അത് ഇൻഫ്ലെയിംഡ് ആയിട്ടുള്ള പിമ്പിൾസ് ആവാം, അല്ലെങ്കിൽ റെഡ് ആൻഡ് ആയിട്ടുള്ള പിമ്പിൾസ് ആവാം, അല്ലെങ്കിൽ ഇപ്പോൾ ചെറിയ ചെറിയ കുരുക്കൾ നമ്മുടെ ആ ഒരു ഏരിയയിൽ ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ അതും അല്ലെങ്കിൽ എന്തെങ്കിലും ഇറിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഇപ്പൊ ഈ റോസ് വാട്ടർ നമ്മൾ ടോണറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഇറിറ്റേഷനെ കൺട്രോൾ ചെയ്തിട്ട് ഒരു സൂത്തനിങ് എഫക്ട് വരാൻ വേണ്ടിയിട്ട് ഈ റോസ് വാട്ടർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ റോസ് വാട്ടർ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഒരു ഗ്ലോ കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ നമ്മളിപ്പോ ഓപ്പൺ പോർസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഈ റോസ് വാട്ടർ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തതിന് ആ ഓപ്പൺ പോർസിനെ കുറച്ചൊന്ന് ടൈറ്റൻ ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിൽ നല്ലൊരു ഗ്ലോ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അടുത്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ നല്ല രീതിക്ക് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഈ റോസ് വാട്ടർ ഹെൽപ്പ് ചെയ്യും. അതായത് ഈ റോസ് വാട്ടറിൽ ചെറിയ ചെറിയ ഓയിൽ പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പം അത് നമ്മുടെ സ്കിന്നിലെ ഹൈഡ്രേഷനെ നല്ല രീതിക്ക് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് നമ്മളിപ്പോൾ ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് ടോണറായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് സ്കിൻ നല്ലൊരു ഹൈഡ്രേറ്റ് ആയി നിൽക്കുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടും. അപ്പം ഇനി ഞാൻ ഈ റോസ് വാട്ടർ ഉണ്ടാക്കാനുള്ള 2 ടെക്നിക്കുകൾ പറഞ്ഞുതരാം. ഫസ്റ്റ് വണ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ റോസ് ഉണ്ടല്ലോ അതിന്റെ എതിർകൾ നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് കുറച്ചുള്ള ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തിളക്കണ്ട, ചെറിയൊരു തിള വന്നാൽ മതി. എന്നിട്ട് നമ്മുടെ ഈ റോസ് പെറ്റൽസ് അതിലേക്ക് ഇട്ടിട്ട് അതിന്റെ ആ റോസ് പെറ്റൽസിന്റെ കളറ് ചെറിയ രീതിക്ക് ഒന്ന് ചേഞ്ച് ആവും. ആ ഒരു റോസ് കളർ ചേഞ്ച് ആയി ചെറിയൊരു ബ്രൗൺ കളറിലേക്കാവും. ആ ഒരു ടൈമിൽ സ്റ്റവ് ഓഫ് ചെയ്യുക. എന്നിട്ട് ഇത് ഈ ഒരു റോസ് പെറ്റൽസിന് അരിച്ച് കളഞ്ഞിട്ട് ആ ഒരു വെള്ളം ഉണ്ടല്ലോ അത് നല്ല രീതിക്ക് ഒന്ന് കൂൾ ആവാൻ വേണ്ടി വെക്കാം. എന്നിട്ട് അതിന് ശേഷം നമുക്കിപ്പോൾ ഒരു സ്പ്രേ ബോട്ടിലോ അല്ലെങ്കിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോട്ടിൽ ഒഴിച്ച് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ ഇത് നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ അധികം നാൾ നിൽക്കില്ല. മാക്സിമം പോയാൽ ഒരു 1 വീക്ക് അത്രയൊക്കെ ഇത് നിൽക്കുള്ളൂ. ഇതിന്റെ ഫസ്റ്റ് മെത്തേഡ് നമ്മൾ ടോണറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ അത്ര എഫക്റ്റീവ് അല്ല. ഇത് മെയിനായിട്ട് നമ്മൾ DIY പാക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഇത് കുറച്ചും കൂടി നല്ലത്. അപ്പൊ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു മെത്തേഡ് ചെയ്താലാണ് നമുക്ക് സ്കിന്നിന് കൂടുതൽ ബെനിഫിറ്റ് ആയിട്ട് കിട്ടാം. രണ്ടാമത്തെ മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു പാത്രം എടുക്കാം. കുറച്ചൊരു അടി കുഴിഞ്ഞ പോലത്തെ ഒരു വലിയ പാത്രം എടുക്കുക. എന്നിട്ട് അതിന്റെ നടുവിലായിട്ട് കുറച്ചൊരു ചെറിയൊരു പാത്രം, അതും കുറച്ചൊരു കുഴിയുള്ള ചെറിയൊരു പാത്രം വെക്കാം. എന്നിട്ട് നമ്മളെ ഫസ്റ്റ് വെച്ച വലിയ പാത്രത്തിന്റെയും സെന്ററിൽ വെച്ച ചെറിയ പാത്രമില്ലേ അതിന് രണ്ടിന്റെയും ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ, ആ ഗ്യാപ്പിൽ എന്ത് ചെയ്യുക, ഫുള്ള് റൗണ്ട് ആയിട്ട് റോസിന്റെ പെറ്റൽസ് വെക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ നമ്മളെ സെന്ററിൽ വെച്ച ആ ഒരു പാത്രത്തിനേക്കാളും കൂടുതലാവാൻ വേണ്ടി പാടില്ല, കുറച്ചൊരു കുറഞ്ഞിട്ട് വേണം വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിനെ മൂടി വെക്കാം. മൂടി വെക്കുമ്പോൾ എന്ത് ചെയ്യണം, കുറച്ചൊരു അടി കുഴിഞ്ഞ പോലത്തെ ഒരു പാത്രം എടുത്തിട്ട് വേണം മൂടി വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിൽ കുറച്ച് ആ മൂടിയിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ തിളപ്പിക്കാം. ഏകദേശം ഒരു 30 മിനിറ്റ്സ് നമ്മൾ തിളപ്പിക്കാം. അപ്പൊ തിളച്ച് കുറച്ച് കഴിയുമ്പോൾ ഈ നമ്മൾ മേലെ ഇട്ട് കൊടുത്ത ഐസ് എന്ത് ചെയ്യും, ഉരുകാൻ വേണ്ടി തുടങ്ങും. അപ്പൊ എന്ത് ചെയ്യുക, പിന്നെയും കുറച്ചും കൂടി ഐസ് എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതിങ്ങനെ വർക്ക് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിയിലുള്ള പാത്രത്തില് വെള്ളം ചൂടാകുമ്പോൾ അത് വേപ്പറായിട്ട് നമ്മുടെ മൂടിയിലേക്ക് വന്നിരിക്കുന്നത് തട്ടും. അപ്പൊ നമ്മുടെ മൂടിയിൽ മേലെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ ആ ചൂട് വേപ്പറിന് എന്ത് ചെയ്യും, ഈ ഐസ് കട്ട കൂളാക്കും.
അപ്പൊ ആ വേപ്പർ എന്ത് ചെയ്യും, തുള്ളികളായിട്ട് ആ ഒരു സെന്ററിൽ വെച്ച് ആ ഒരു ബൗളിലേക്ക് വന്നിട്ട് ഇങ്ങനെ ഡ്രോപ്പ് ആയിട്ട് വീഴും. അപ്പൊ നമുക്ക് നമ്മൾ പുറത്ത് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന ടൈപ്പിലുള്ള ആ ഒരു റോസ് വാട്ടർ ഉണ്ടല്ലോ, ആ സെയിം എഫക്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഇത് നമുക്ക് ടോണറായിട്ട് യൂസ് ചെയ്യാനും പാക്കിന്റെ കൂടെ അപ്ലൈ ചെയ്യാനും എല്ലാത്തിനും നല്ല ബെനിഫിറ്റ് ആണ് നമ്മളെ റോസ് വാട്ടർ ഈ ഒരു ടെക്നിക്ക് വഴി ഉണ്ടാക്കുകയാണെങ്കിൽ. മാത്രമല്ല, നമ്മൾ ഈ ഒരു ടെക്നിക്ക് വഴി ഉണ്ടാക്കുകയാണെങ്കിൽ കുറെ നാൾ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല, പുറത്ത് തന്നെ വെച്ചിരുന്നാലും കുറെ നാൾ എന്ത് ചെയ്യും, ഇത് ലാസ്റ്റ് ചെയ്യും ഈ ഒരു മെത്തഡ് വഴി നമ്മുടെ റോസ് വാട്ടർ ഉണ്ടാക്കുകയാണെങ്കിൽ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ട്, അതുപോലെ യൂസ്ഫുൾ ആയി കാണുമെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.